നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പലപ്പോഴും മാധ്യമങ്ങളോട് തങ്ങളുടെ നീരസം പ്രകടിപ്പിക്കുന്ന ഭരണ നേതാക്കളുമുണ്ട്. പല ചോദ്യങ്ങളും അവരെ അസ്വസ്ഥതപ്പെടുത്തുകയും അതുപോലെ തന്നെ മാന്യമല്ലാത്ത രീതിയിലുള്ള മാധ്യമപ്രവർത്തകരുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം മാറാതെ അല്ലെങ്കിൽ അവരോട് ചിലപ്പോൾ രൂക്ഷമായി പ്രതികരിക്കുന്ന നേതാക്കളും ഉണ്ട്. നമ്മുടെ ഇപ്പോൾ കേരളത്തിലടക്കം നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഒരു സാഹചര്യത്തിൽ മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭരണാധികാരിയാണ്. സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയും മാധ്യമങ്ങളോട് പലപ്പോഴും വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചില വിവാദങ്ങളിൽ ചെന്നപ്പെടുകയും നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹം പല ചോദ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വാക്കുതർക്കം മാധ്യമപ്രവർത്തകരുമായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും അദ്ദേഹം പല പരിപാടികളും കഴിഞ്ഞു വരുമ്പോൾ അദ്ദേഹം മറുപടി പറയാൻ നിൽക്കാറില്ല. മാധ്യമങ്ങളുടെ വഴിയിൽ നിന്ന് മാറാനാണ് അദ്ദേഹം ആവശ്യപ്പെടാറുള്ളത്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല, എവിടെയാണെങ്കിലും ലോകത്തിലെ ഏത് ഭാഗത്തുള്ള ലോക നേതാക്കളാണെങ്കിലും മാധ്യമപ്രവർത്തകരുടെ മുൻപിൽ അല്ലെങ്കിൽ അവരോട് ചിലപ്പോൾ തർക്കിക്കുന്നതോ അല്ലെങ്കിൽ അവരോട് രൂക്ഷമായി പെരുമാറേണ്ട ചില സാഹചര്യങ്ങൾ പലപ്പോഴായിട്ട് ഉണ്ടാകാറുണ്ട്. ഇപ്പോഴിതാ അത്തരത്തിലൊരു വീഡിയോയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം ചർച്ചയാകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു ശക്തനായിട്ടുള്ള നേതാവിന്റെ വീഡിയോ ആയിരിക്കും. മറ്റാരുമല്ല, US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തകരോട് ചെറുതായിട്ടൊന്ന് ഒരു വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടില്ല, പക്ഷെ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് എത്തേണ്ടതായിരുന്നു. ചോദ്യം ചോദിക്കുന്നതിനിടെ മൈക്ക് തന്റെ മുഖത്ത് തട്ടിയതിനെ തുടർന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമ പ്രവർത്തകയോട് ചൊടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുകയാണ്. കുറച്ച് സെക്കൻഡുകൾ മാത്രമുള്ള ഒരു വീഡിയോയാണ് ഇത്. വാഷിംഗ്ടൺ DC നിന്ന് തിരിക്കുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹം വളരെ തിരക്കിട്ടാണ് തിരിച്ചു പോകുന്നത്. ആ സമയത്താണ് അവിടെ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് എത്തിയത്. ഇതിനിടെ അവരോട് സംസാരിക്കവെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഗാസയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ്. മാധ്യമപ്രവർത്തക ഏത് ചാനലിൽ നിന്നുള്ളതാണെന്ന് വ്യക്തമായിട്ടില്ല. ട്രംപ് ഇങ്ങനെ മറുപടി പറയുക അല്ലെങ്കിൽ അവരുടെ ചോദ്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്നതിനിടെ ഈ ഒരു മൈക്ക് അദ്ദേഹത്തിന്റെ മുഖത്ത് താടിയലിന്റെ ഭാഗത്തായിട്ട് തട്ടുകയായിരുന്നു. ഇതോടെ ട്രംപ് ആദ്യം ഒന്ന് തുറച്ചു നോക്കി. അതിനുശേഷം അവൾക്ക് വലിയ സ്റ്റോറി കിട്ടിയെന്നാണ് അദ്ദേഹം ചിരിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞത്. മൈക്ക് വീണതിനെ തുടർന്ന് കുറച്ചു നേരത്തേക്ക് മാധ്യമപ്രവർത്തകരുമായുള്ള സംവാദം തടസ്സപ്പെട്ടെങ്കിലും വിമാനത്തിൽ കയറുന്നതിന് തൊട്ടു മുമ്പായി എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയ ശേഷമാണ് ട്രംപ് മടങ്ങിയത്. ഏതായാലും ഈ ഒരു മാധ്യമപ്രവർത്തകയുടെ ഈ ഒരു കയ്യിലുള്ള ഒരു മൈക്ക് അദ്ദേഹത്തിന്റെ മുഖത്ത് തട്ടിയതിനെ തുടർന്ന് റിപ്പോർട്ടർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനങ്ങളാണ് ഉയർന്നു നിൽക്കുന്നത്. പൂർണ്ണമായിട്ടും ഇത് റിപ്പോർട്ടറുടെ തെറ്റ് തന്നെയാണെന്നാണ് സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ഈ ഒരു വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഉയർന്നു വരുന്ന അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം റിപ്പോർട്ടർ മൈക്ക് പിടിച്ചത് അശ്രദ്ധമായാണ് എന്നാണ് ഉയർന്ന വിമർശനം. ഇത്രയും ഒരാളോട് ഒരു അകലത്തിൽ മാത്രം മൈക്ക് പിടിച്ചാൽ മതി, ഇത്രയും മുഖത്തോട് ചേർന്ന് മൈക്ക് കൊണ്ടുവരുന്നത് എന്തിനാണെന്നും ചോദ്യം ഉയരുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹം വളരെ തിരക്കിട്ട് പോകുന്നതിനിടയിലാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകർക്കായിട്ട് അല്പസമയം മാറ്റിവെച്ചത്. അതിനിടയിലാണ് അദ്ദേഹത്തെ അസ്വസ്ഥതപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും ഉണ്ടാകുന്നത്. അതിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനമാണ് ഉയരുന്നത്. ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയ ശേഷം വൈറ്റ് ഹൗസിൽ അടക്കം മാധ്യമ നിയന്ത്രണം വലിയ തോതിൽ കൊണ്ടുവന്നിരുന്നു. ട്രംപിന്റെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ ഏതൊക്കെ മാധ്യമങ്ങളുടെ പ്രതിനിധികൾ എത്തണമെന്ന് വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചു തുടങ്ങിയിട്ടുണ്ട്. നൂറ്റാണ്ടുകളായി വൈറ്റ് ഹൗസ് പിന്തുടർന്നിരുന്ന പാരമ്പര്യമാണ് ട്രംപ് മാറ്റിമറിക്കുന്നത്. സ്വതന്ത്രമായി തെരഞ്ഞെടുത്ത മാധ്യമങ്ങളുടെ ലേഖകർക്ക് ഇതുവരെ പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനങ്ങൾ റിപ്പോർട്ട് ചെയ്യാമായിരുന്നു. അവർക്ക് വൈറ്റ് ഹൗസ് നൽകുന്ന കാർഡ് ഉണ്ടാകണമെന്നതായിരുന്നു നിബന്ധന. മെക്സിക്കോ ഉൾക്കടലിന്റെ പേര് ട്രംപ് സർക്കാർ അമേരിക്ക ഉൾക്കടൽ എന്ന് മാറ്റിയതിന് പിന്നാലെ വാർത്താ ഏജൻസിയായ AP-ക്ക് വൈറ്റ് ഹൗസിലെ വാർത്താ സമ്മേളനത്തിൽ പ്രവേശനം നിഷേധിച്ചിരുന്നു. തങ്ങളുടെ വാർത്തകളിൽ മെക്സിക്കോ ഉൾക്കടൽ എന്ന് തുടർന്ന് ഉപയോഗിക്കുമെന്ന് AP വ്യക്തമാക്കിയതിനെ തുടർന്നായിരുന്നു അസോസിയേറ്റഡ് പ്രസിന് വൈറ്റ് ഹൗസിൽ നടക്കുന്ന പരിപാടികളിൽ നിന്ന് അനിശ്ചിത കാലത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്. പ്രസിഡന്റിന്റെ ഓഫീസായ ഓവൽ ഓഫീസിലും അദ്ദേഹം സഞ്ചരിക്കുന്ന എയർഫോഴ്സ് 1 വിമാനത്തിലും ഇനി മുതൽ അസോസിയേറ്റഡ് പ്രസിന്റെ മാധ്യമ പ്രവർത്തകർക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല.
ട്രംപ് ഭരണകൂടം ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്ന മാറ്റിയ നടപടിയെ അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് കർശനമായ വിലക്ക് അസോസിയേറ്റഡ് പ്രസിന് ഏർപ്പെടുത്തിയത്. അസോസിയേറ്റഡ് പ്രസിന്റെ വൈറ്റ് ഹൌസ് റിപ്പോർട്ടർ ഡാർലൈൻ സൂപ്പർവില്ലേക്കും ഫോട്ടോഗ്രാഫറായ ബെൻ കേർട്സിനും ഇത് സംബന്ധിച്ച അറിയിപ്പ് പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്നും നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം ട്രംപിന്റെ വിലക്കിനെ നിയമപരമായി തന്നെ നേരിടാനാണ് അസോസിയേറ്റഡ് പ്രസിന്റെ തീരുമാനം. വൈറ്റ് ഹൌസ് റിപ്പോർട്ടർമാരുടെ കൂട്ടായ്മയും സർക്കാർ നിലപാടിൽ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കൈകടത്തലാണ് ഇതെന്നാണ് അവരുടെ നിലപാട്. അതേസമയം ട്രംപിന്റെ പുതിയ നീക്കങ്ങൾക്കെതിരെയും ചില വിമർശനങ്ങൾ മാധ്യമങ്ങൾ ഉയർത്തിവരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയാണ് ട്രംപ് ഭരണകൂടം ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. റഷ്യക്കാർക്ക് വിസ നൽകുന്നതിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതോടൊപ്പം 43 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്നതിൽ സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ട്രംപ്. റഷ്യയുടെ അടുത്ത സഖ്യരാജ്യങ്ങൾക്ക് നേരെയും ഉപരോധം കടുപ്പിക്കുമ്പോൾ ബെലാറൂസ് പൗരന്മാർക്ക് ഇനി അമേരിക്കൻ യാത്ര ഒരു സ്വപ്നമായി അവശേഷിക്കും എന്നാണ് ന്യൂയോർക്ക് ടൈംസ് അടക്കം റിപ്പോർട്ട് ചെയ്തത്. റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടയിലാണ് കുടിയേറ്റ വിഷയത്തിൽ സ്ഫോടനാത്മകമായ ഈ നിർദ്ദേശം ഉയർന്നു വരുന്നത്. സമാധാന ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ അധികം വൈകാതെ ഒരു 3ാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും കഴിഞ്ഞ ദിവസം ട്രംപ് നൽകിയിരുന്നു. ഈ രാജ്യങ്ങൾക്ക് പുറമെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ ഇടയുള്ള മറ്റു രാജ്യങ്ങൾക്കും അമേരിക്ക മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ആ രാജ്യങ്ങളിലെ പൗരന്മാർ അമേരിക്കയിൽ പ്രവേശിക്കുന്നതിൽ അമേരിക്കയ്ക്കുള്ള ആശങ്കകൾ 60 ദിവസങ്ങൾക്കുള്ളിൽ പരിഹരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ചെയ്തില്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി വിസ നിഷേധിക്കും. 3 വിഭാഗങ്ങളായിട്ടാണ് ഈ ലിസ്റ്റിൽ രാജ്യങ്ങളെ തരം തിരിച്ചിരിക്കുന്നത്. വിസ പൂർണ്ണമായും മരവിപ്പിക്കുന്ന രാജ്യങ്ങൾ, ഭാഗികമായി മരവിപ്പിക്കുന്ന രാജ്യങ്ങൾ എന്നിവ ഉൾപ്പെടെയാണ്. അഫ്ഗാനിസ്ഥാൻ, ക്യൂബ, ഇറാൻ, നോർത്ത് കൊറിയ എന്നിവയുൾപ്പെടെ മധ്യപൂർവ്വ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങൾ കടുത്ത നടപടികൾക്ക് വിധേയരാകുന്ന 11 രാജ്യങ്ങളുടെ പട്ടികയിലുണ്ട്. 2ാമത്തെ വിഭാഗത്തിലുള്ളത് ഭാഗികമായി വിസ നിഷേധിക്കപ്പെടുന്ന രാജ്യങ്ങളാണ്. ഈ പട്ടികയിലുള്ള 10 രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ ടൂറിസ്റ്റ് വിസ, സ്റ്റുഡന്റ് വിസ, മറ്റ് ഇമിഗ്രേഷൻ വിസകളെല്ലാം മരവിപ്പിക്കപ്പെടുമെങ്കിലും ചില കാര്യങ്ങളിൽ ചിലർക്ക് മാത്രം ഇളവുകൾ ലഭിക്കും. 3ാമത്തെ വിഭാഗത്തിലുള്ള 22 രാജ്യങ്ങൾക്കാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ ആശങ്ക പരിഹരിക്കാൻ ഈ രാജ്യങ്ങൾ തയ്യാറായില്ലെങ്കിൽ വിസ ഭാഗികമായി നിഷേധിക്കാനാണ് തീരുമാനം. ഈ പട്ടികയിൽ ചില മാറ്റങ്ങൾ വന്നേക്കാമെന്നും US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഉൾപ്പെടെ ഔദ്യോഗിക തലത്തിൽ നിന്നും അംഗീകാരം ഇനിയും നൽകേണ്ടതായിട്ടുണ്ട് എന്നും ഒരു US വക്താവ് പറഞ്ഞു. കഴിഞ്ഞ ട്രംപ് ഭരണകൂടം തയ്യാറാക്കിയ സമാനമായ പട്ടികയിലുള്ള മിക്ക രാജ്യങ്ങളും പുതിയ പട്ടികയിലുമുണ്ട്. അതോടൊപ്പം ചില പുതിയ രാജ്യങ്ങളും ഇതിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇതിൽ ഇടം പിടിച്ച രാജ്യങ്ങൾക്കൊക്കെ ഒരു പൊതു സ്വഭാവമുണ്ട്. ഈ രാജ്യങ്ങളെല്ലാം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളോ വെള്ളക്കാരല്ലാത്തവർ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളോ ആണ്. ദരിദ്ര രാജ്യങ്ങളും അഴിമതി ധാരാളമായി ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്ന രാജ്യങ്ങളുമാണ് അവ എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ വിശദമാക്കുന്നു. വിശദീകരണം ആവശ്യപ്പെടാതെ പൂർണ്ണമായി യാത്രാ നിരോധനം ഏർപ്പെടുത്തിയ രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഭൂട്ടാൻ ഇടം പിടിച്ചിട്ടുള്ളതെങ്കിൽ വിശദീകരണം ചോദിക്കാതെ ഭാഗികമായി യാത്രാ നിരോധനം അഭിമുഖീകരിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യയുടെ അയൽക്കാരായ പാകിസ്ഥാനും മ്യാൻമറും മാറിയിരിക്കുന്നത്.